അമമ വധ നഗയപമ ലോം മലയാളം ഒയവലി. ഗൃഹനാഥന്റെ മോഹം. അധ്യായം 1. പുതിയ വീട്ടുജോലിക്കാരി. തിരുവനന്തപുരത്ത് വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന ഗോപാലകൃഷ്ണൻ. 50കാരൻ, വ്യവസായി. ഭാര്യ മരിച്ച് 5 വർഷം. മകൾ വിവാഹിതയായി പോയി. ഒറ്റയ്ക്ക്. വീട്ടുജോലിക്കാരി മറിയമ്മ പപഥാവ് എടുത്തുപോയി. പുതിയ ആളിനെ തേടി. ഒരു ദിവസം അയൽവീട്ടിലെ സുഹൃത്ത് കൊണ്ടുവന്നു. സരിത. 31കാരി, ഭർത്താവ് കടൽയാത്രക്കാരനായി പോയി തിരിച്ചുവന്നില്ല. 2 കുട്ടികൾ. നല്ല നിറം, നീണ്ടുമുടി, നിറഞ്ഞ ശരീരം. സാർ, സരിത നല്ലവളാണ്. വേണ്ടുന്നുണ്ടെങ്കിൽ വീട്ടുജോലിക്ക് വിടാം, സുഹൃത്ത് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ അവളെ നോക്കി. സാരിയിൽ മുലകൾ കൊഴുപ്പോടെ ഇരിക്കുന്നു. ശരി, നാളെ മുതൽ വരാം. സരിത തലകുനിച്ച് പുഞ്ചിരിച്ചു. നന്ദി സാർ. അധ്യായം 2. അടുപ്പം വർദ്ധിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. സരിത നല്ല വീട്ടുജോലിക്കാരി. ഗോപാലകൃഷ്ണൻ അവളെ ശ്രദ്ധിച്ചു. ഒരു ദിവസം അവൾ കുളിക്കാൻ പോകുമ്പോൾ അയാൾ കണ്ടു. നനഞ്ഞ സാരി, മുലകൾ വ്യക്തമായി. സരിത നനഞ്ഞാൽ പനിക്കും. സോറി സാർ. അവൾ മാറാൻ പോയി. ഗോപാലകൃഷ്ണൻ മനസ്സിൽ ആശ്ചര്യപ്പെട്ടു. രാത്രി അയാൾ അവളെക്കുറിച്ച് ചിന്തിച്ചു. കാലങ്ങളായി സ്ത്രീ സംസർഗം ഇല്ല. അധ്യായം 3. ആദ്യ സ്പർശനം. ഒരു ദിവസം ഗോപാലകൃഷ്ണൻ വൈകി വന്നു. ലഹരിയുടെ നിലയിൽ. സരിത അവന് ചായ ഉണ്ടാക്കിക്കൊടുത്തു. സരിത, നീ ഇവിടെ താമസിക്ക്. എന്തു പറയുന്നു സാർ? ഞാൻ ഒറ്റയ്ക്കാണ്. നീയും ഒറ്റയ്ക്കാണ്. സരിത നിശബ്ദയായി. അവൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഭയം. സാർ, ഞാൻ പോകുന്നു. ഗോപാലകൃഷ്ണൻ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. പോകരുത്. അവൾ പ്രതിരോധിച്ചില്ല. അവന്റെ ശരീരം അവളിൽ ചേർന്നു. സാർ. അയാൾ അവളുടെ ചുണ്ടുകൾ മുത്തി. അവൾ നിശബ്ദയായി. അധ്യായം 4. ആദ്യ രാത്രി. അയാൾ അവളുടെ സാരി മുകളിലേക്ക് ഉയർത്തി. വേർ കണ്ടു. കറുത്ത നിറം, മേമുള്ള ചർമ്മം. നീ സുന്ദരിയാണ്. അയാൾ അവളെ കട്ടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സാരി അഴിച്ചു. ബ്ലൗസും പാവാടയും. എന്റെ കുട്ടികൾ സ്കൂളിൽ ആണല്ലോ. അയാൾ അവളുടെ ബ്ലൗസ് അഴിച്ചു. കറുത്ത ബ്രാ. വലിയ മുലകൾ. എന്ത് വലുപ്പം. അയാൾ അവയിൽ മുഖം വെച്ചു. നാവുകൊണ്ട് ചുറ്റി. സരിത മൂളി. അമ്മേ. അയാൾ അവളിലേക്ക് പ്രവേശിച്ചു. അവർ ഒന്നുപോലെ ചലിച്ചു. അധ്യായം 5. രഹസ്യബന്ധം. അന്നു മുതൽ അവർ രഹസ്യബന്ധത്തിലായി. പകൽ വീട്ടുജോലി, രാത്രി സുഖം. സരിത അവനു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി. അയാൾ അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങി. ഒരു ദിവസം അയാൾ അവൾക്ക് സാരി വാങ്ങി. ചുവന്ന നിറം. ഇത് നീ ധരിക്കുമ്പോൾ കാണാൻ പോകുന്നു. സരിത അത് ധരിച്ചു. ഗോപാലകൃഷ്ണൻ അവളെ കട്ടിലിൽ കിടത്തി. സാരി മാറ്റാതെ തന്നെ സുഖിപ്പിച്ചു. ഇങ്ങനെ വേഷം ധരിച്ച് സുഖിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അയാൾ പറഞ്ഞു. എനിക്കും സാറേ. അധ്യായം 6. മകളുടെ വരവ്. ഒരു ദിവസം ഗോപാലകൃഷ്ണന്റെ മകൾ അപ്രതീക്ഷിതമായി വന്നു. പ്രിയ. 35കാരി, വിവാഹമോചിത. നല്ല നിറം, നിറഞ്ഞ ശരീരം. അവൾ സരിതയെ കണ്ടു. ആരാണ് ഇവൾ? വീട്ടുജോലിക്കാരി. പ്രിയ സംശയിച്ചു. അവൾ അച്ഛനെയും സരിതയെയും നോക്കി നിന്നു. രാത്രി പ്രിയ അച്ഛനോട് പറഞ്ഞു, നിങ്ങളും അവളും. ഗോപാലകൃഷ്ണൻ നിശബ്ദനായി. പിന്നെ എനിക്ക് അവൾ വേണം. പ്രിയ ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, എനിക്കും കൂടി വേണമെങ്കിൽ. അയാൾ ഞെട്ടി. എന്ത്? ഞാൻ ഒറ്റയ്ക്കാണ്. അച്ഛനും ഒറ്റയ്ക്കാണ്. നമുക്ക് മൂവരും. അധ്യായം 7. മൂവരുടെ ലോകം. അന്നു മുതൽ മൂവരും ഒരുമിച്ച്. ഗോപാലകൃഷ്ണൻ, പ്രിയ, സരിത. രാത്രികളിൽ ഒരേ കട്ടിലിൽ. അച്ഛൻ മകളെയും വീട്ടുജോലിക്കാരിയെയും സുഖിപ്പിച്ചു. പ്രിയ സരിതയെ സുഖിപ്പിച്ചു. അച്ഛൻ കണ്ടുനിന്നു. സരിത 2 പേരിലും സുഖം കണ്ടെത്തി. ഇരട്ടി സുഖം, സരിത മൂളി. അവർ രാത്രി മുഴുവൻ സുഖിച്ചു.
അധ്യായം 8 പുതിയ ജീവിതം. മാസങ്ങൾ കഴിഞ്ഞു. പ്രിയ ഗർഭിണിയായി. ആരുടെ കുഞ്ഞാണെന്ന് അറിയില്ല. എന്റെ കുഞ്ഞ്, അച്ഛനും സരിതയും പറഞ്ഞു. കുഞ്ഞ് ജനിച്ചു. ആൺകുട്ടി. മൂവരും സന്തോഷവാന്മാർ. പ്രിയ വീണ്ടും വിവാഹം കഴിച്ചില്ല. അവൾ അച്ഛനോടും സരിതയോടും ഒരുമിച്ച് താമസിച്ചു. എപ്പിലോഗ്. കാലങ്ങൾ കഴിഞ്ഞു. ഗോപാലകൃഷ്ണൻ വയസ്സായി. പ്രിയയും സരിതയും അവനെ നോക്കി. അവരുടെ കഥ, അവരുടെ സുഖം എന്നും തുടർന്നു. മുഗ്ധാവ്.